ആ ക്രിയ ചെയ്യുമ്പോൾ ഉറക്കാണ് വരുന്നത്. ഞാൻ അങ്ങനെ ഉറക്കത്തിലേക്കാണ് പോണത്. അതിന്റെ മുന്നേ ഞാൻ ഒരു യോഗ ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു മറ്റേ നമ്മുടെ പതങ്കാസനം, അതുപോലെ ശിശുപാലാസനം ഒക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ ഡിസ്കിന്റെ കംപ്ലൈന്റ് ഉള്ളത് ഞാൻ എന്നോട് അവര് അത് മനസ്സിൽ കണ്ട് ചെയ്താൽ മതി എന്നാ പറയുന്നത്. പിന്നുള്ളത് ഇതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യുള്ളത് മറ്റേ പിന്നെ ഇത് ശ്വാസത്തിൽ നമ്മൾ വിപരീത ശ്വാസം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ബന്ധാസനം ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഒന്നും കൂടുന്നുണ്ട്, മറ്റേ ഓം ശാന്തിയും ചെയ്യുന്നുണ്ട്. ബന്ധാസനം കഴിഞ്ഞിട്ട് പിന്നെന്താ പറഞ്ഞു? ബന്ധാസനം ഞാൻ ലാസ്റ്റാണ് ചെയ്യുന്നത്. സുഖക്രിയ ചെയ്യും. അതെന്താ സംഭവം? സുഖക്രിയ തന്നെ നമ്മൾ ശ്വാസത്തിൽ മെല്ലെ ശ്വാസം വലിക്കുക, അതുപോലെ ഒരു മൂക്കുകൂടെ എടുത്തിട്ട് അതേ മൂക്കുകൂടിന് പുറത്തേക്ക് വിടുക, പിന്നെ അടുത്ത മൂക്ക് എടുക്കുക, പിന്നെ അടുത്ത ആ മൂക്കുകൂടിന് പുറത്തേക്ക് വിടുക ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഓം ശാന്തിയും ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിപരീത ശ്വാസം ചെയ്യുന്നുണ്ട്. ശ്വാസം സ്പീഡിൽ എടുത്ത് ഇങ്ങനെ വിട്ടുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഒരു 4 മിനിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് വിപരീത ശ്വാസം എന്നാണോ പറഞ്ഞത്? സ്പീഡിലെടുത്ത് വിടുന്നത്? അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വലിച്ച് അങ്ങോട്ട് കൊണ്ട് വിടുക, അതിന് വിപരീത ശ്വാസം പറഞ്ഞു തന്നത്. വിപരീത ശ്വാസം ആവണമെങ്കിൽ അത് വയറുള്ളിലേക്ക്, ശ്വാസം എടുക്കുമ്പോൾ വയറുള്ളിലേക്ക് പോകാം. വയറിങ്ങനെ ഉള്ളിലേക്കും പുറത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് ചെയ്യും. അത് പിന്നെ 1 മിനിറ്റിൽ 4 പ്രാവശ്യം ചെയ്യണമെന്നൊക്കെ പറയും. നമുക്ക് പെട്ടെന്ന് ഇപ്പൊ 2 മാസമായിട്ടുള്ള അങ്ങനെ കഴിയണമെന്നില്ല. പക്ഷെ ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് ഇത് ചിലപ്പോൾ ഞാൻ സുഖക്രിയ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഉറക്കത്തിലേക്ക് പോവുക ചെയ്യുക. അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് ചെയ്യും. പിന്നെ ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ 2 3 പ്രാവശ്യത്തിൽ ശ്വാസത്തിൽ ശ്രദ്ധിക്കാനേ കഴിഞ്ഞുള്ളൂ. പിന്നെ ശ്വാസം ഞാൻ വിട്ടുപോയി. പിന്നെ മനസ്സിങ്ങനെ സംസാരിക്കുക, അങ്ങനെയൊക്കെ സംഭവം വരുന്നുണ്ട്. പിന്നെ കൂടുതൽ ഉറക്കത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ ഇപ്പൊ 2 മാസമായി. ഇത് ശാരീരികമായിട്ടുള്ള തയ്യാറെടുപ്പ്, ക്ഷീണം കുറയുക തന്നെ വേണം, എന്നാലേ ഉറക്കത്തിൽ പോവാതിരിക്കുള്ളൂ. അപ്പൊ ആദ്യം നിങ്ങൾ ആസനാസ് നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ ചില ബന്ധങ്ങളും മുദ്രകളും ഒക്കെ ചെയ്തിട്ട് ശരീരത്തിന് ബലവും വഴക്കവും ഒക്കെ വന്നിട്ട് പ്രാണായാമം ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ജാഗ്രതയിലേക്ക് വരുള്ളൂ. ഇതിപ്പോ എന്താ വെച്ചാൽ ശരീരം പൊതുവെ ക്ഷീണമായിരിക്കും, വീക്കായിരിക്കും. എത്ര വയസ്സായി ഇപ്പം? എനിക്കിപ്പോ 48 വയസ്സ്. എന്താ ജോലി ചെയ്യുന്നത്? ഞങ്ങൾ കുമ്പാരന്മാരാണ്, കളിമൺ പാത്രം ഉണ്ടാക്കുന്ന. അപ്പൊ അതിൽ റിസ്ക് ഉണ്ട്. ചിലപ്പോ പണിയെടുക്കുമ്പോൾ ചിലപ്പോ ഒരു 8 മണി 9 മണിയൊക്കെ രാത്രി. അത് കുഴപ്പമില്ല. നിലത്തിരുന്നിട്ടല്ലേ ചെയ്യുന്നത്? നിലത്തിരുന്നിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ ഇതാണ്. ഞാൻ ചിലപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ചെയ്യുമ്പോ തന്നെ അങ്ങനെ ഉറക്കത്തിലേക്ക് പോവാ. നിങ്ങള് ഈ ഇരിക്കുമ്പോഴേ ഒരു കാര്യം ചെയ്യും, ജോലി ചെയ്യുമ്പോ ഇരിക്കുമ്പോഴൊക്കെ കുന്തിച്ചിരിക്കല്ലേ ചെയ്യാ, അതോ പീഠട്ടിരിക്കോ, എങ്ങനെയാണ്? ഞാനൊരു ഒരു ചെറിയ തലയാണ വെച്ചിട്ട് ഇത് ചെയ്യുമ്പോ ഒരു തലയാണ നേരെ ചെയ്യുമ്പോഴല്ല, ജോലി ചെയ്യുമ്പോ. അല്ല, ഞാൻ നിന്നിട്ടാണ് ചെയ്യുന്നത് സാറേ. അതെ. ആ സമയത്തൊക്കെ സ്ഥിരമായിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂലബന്ധം ചെയ്യണം. വെച്ചാൽ വലിച്ചു വിടണം, മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു വിടുമല്ലോ. അത് കുറേ പ്രാവശ്യം ഒരു ദിവസം ചെയ്യേണ്ടി വരും. അപ്പോൾ ശരീരത്തിന്റെ ക്ഷീണം കുറയും. ഇതിപ്പോൾ എന്താ അറിയോ, നിങ്ങളുടെ ഈ ഏറ്റവും താഴെയുള്ള നവദ്വാരങ്ങളിലെ ഏറ്റവും താഴെയുള്ള ദ്വാരമാണ്. അത് കൂടെ എനർജി ഒരുപാട് ഡ്രെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഈ ക്ഷീണം വരുന്നത്. ഉറക്കമുണ്ടെങ്കിൽ ക്ഷീണവും ഉണ്ടാവും, ശരീരത്തിന് വയ്യ എന്നുള്ള തോന്നലുണ്ടാവും. അങ്ങനെ പണിയെടുക്കുമ്പോ അങ്ങനെ തോന്നും. നമ്മൾ ഈ ക്രിയകൾ ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോ പിന്നെ ഇരിക്കുമ്പോൾ ആവുന്നതും മറ്റേ സിദ്ധാസനം, പത്മാസനം, അങ്ങനെയുള്ള ആസനങ്ങളിൽ ഇരുന്നാൽ ആ ഭാഗം ടൈറ്റ് ആവും. ഞാൻ സുഖാസനത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്ന് ശരിക്കും. അതുപോലെ ആദ്യം നിങ്ങൾ ആ ഓപ്പോസിറ്റ് ബ്രീത്ത് എന്ന് പറഞ്ഞില്ലേ, വിപരീത ക്രിയ, അത് കുറച്ച് ഫാസ്റ്റായിട്ട് കുറച്ചെണ്ണം ചെയ്യാം.
അപ്പോൾ ബോഡി ഒന്ന് ഉഷാറാവും. ഉഷാറാവില്ലേ? അങ്ങനെ ക്രമേണയാണ് മാറി വരുള്ളൂ. നമ്മൾ ഈ എനർജി കൂടാൻ വേണ്ടി വേറെ ഈ സൂര്യ നമസ്കാരം ചെയ്ത് എങ്ങനെ ഉണ്ടാവും? അതൊക്കെ എന്ത് ചെയ്താലും ഏറ്റവും താഴെയുള്ള നവദ്വാരങ്ങളിലെ ഏറ്റവും താഴെയുള്ള ഭാഗങ്ങളൊക്കെ നല്ല ബലം വെച്ച് വരണം, ക്ലോസ് ആയി വരണം. അപ്പോൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് അശ്വനി മുദ്ര, മൂലബന്ധനൊക്കെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ക്രമേണ ശരീരത്തിന് ബലം കിട്ടും. ഞാൻ ഈ സാറിൻ്റെ ഇപ്പോൾ അടുത്തൊരു വീഡിയോ, റീൽസിലിപ്പോൾ ഒരു വീഡിയോ കണ്ടു, ഇങ്ങനെ ഉറക്കം വരുന്നതിന് എങ്ങനെ ക്ഷീണത്തിന് അതിനെ പറ്റിയൊരു സാറ് പറഞ്ഞു തരാം. അപ്പം അതിന് വേണ്ടി അതാ ഞാൻ വിളിച്ചത് സാറേ. ഇങ്ങനെയാണ് സംഭവം. അതിൻ്റെ കാരണം അതാണ്, ഈ എനർജി ഡ്രെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഉറക്കം വരുന്നതില്ലേ. അപ്പോൾ നിവർന്നിരിക്കുക, ആ ഭാഗം ടൈറ്റായിട്ട് വരുന്ന പോലെയുള്ള ആസനങ്ങളിൽ ഇരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യുക, മൂലബന്ധം ചെയ്യല്ലേ. പിന്നെ ഏതാണ് വേറെ ഒന്ന് സാറൊന്ന് പറഞ്ഞ്? പിന്നെ മറ്റേ ബ്രീത്ത്, വിപരീത ശ്വാസം എന്ന് പറഞ്ഞത് ഫാസ്റ്റായിട്ട്, അതിന് ഭസ്ത്രിക എന്ന് പറയും. ഭസ്ത്രികയായിട്ട് ഭസ്ത്രികയായിട്ട് അതാണല്ലോ വിപരീത ശ്വാസം എന്ന് പറയുന്നില്ലേ? അപ്പം ശരിയായി വരും. ആയിക്കോട്ടെ, താങ്ക് യു സാർ. അമിതമായ ക്ഷീണം, ഉറക്കമില്ലായ്മ, വിഷാദം, ഉത്കണ്ഠ, ഉറക്കം തൂങ്ങൽ, ഉറക്കമില്ലായ്മ, ഏകാഗ്രതക്കുറവ്, ആത്മവിശ്വാസമില്ലായ്മ, അമിതമായ കോപം, കൂർക്കം വലി തുടങ്ങിയ അനേകം അസുഖങ്ങൾ സ്വയം പരിഹരിക്കാം ദിവസവും അരമണിക്കൂർ പ്രാണായാമ അഭ്യസനത്തിലൂടെ. ഏകദിന പ്രാണായാമ പരിശീലനം ഞായറാഴ്ച രാവിലെ 7:30 മുതൽ 9:30 വരെ. താല്പര്യമുള്ളവർ 9895610455 എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക.